ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു തീറ്റ കൊടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ പ്രത്യേകിച്ച് ഫുഡൊന്നുമല്ല, കാര്യങ്ങളൊന്നുമല്ല. നമ്മളിന്ന് കൊടുക്കുന്നത് നുറുക്കരി ഉണ്ടല്ലോ, കുത്തരിയുടെ മട്ടരിയുടെ നുറുക്കരിയും അതുപോലെ തന്നെ ഗോതമ്പുമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നനച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഒത്തിരി ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോൻ്റെ പാക്കറ്റ് ഗോതമ്പ് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കോഴികൾക്ക് ഗോതമ്പ് പൊടി കൊടുക്കുന്ന സമയത്തിൽ കോഴികൾ കഴിക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം നനച്ച് കൊടുക്കുകയാണെങ്കിൽ അസുഖങ്ങളായ കോഴികൾക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത കോഴികൾക്ക് നമ്മൾ വെറുതെ ജസ്റ്റ് നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞങ്ങളിതിപ്പോൾ കുറച്ച് ഒരു രാവിലെ നമ്മൾ എണീറ്റ പാടെ നമ്മൾ ഈ അരിയും ഗോതമ്പും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേ പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിയെടുത്ത് എല്ലാത്തതും നമ്മൾ കഴുകിയെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അതിനകത്ത് കുറച്ച് പൊടികളുണ്ടായിരുന്നു, അരിയിൽ കുറച്ച് പൊടികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റത്തെ സ്റ്റോക്കാണ്. നമ്മളിപ്പോൾ 1 മാസം മുന്നേ വാങ്ങിച്ചു വെച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ആയപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കുതിർത്തിയിട്ട് പിന്നെ ആ ഒരു നനവോട് കൂടിയിട്ട് അതിനകത്ത് ഗോതമ്പ് പൊടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നത്. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നല്ല തീറ്റകൾ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി അതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമുക്ക് തരും. നമുക്ക് വീട്ടിൽ ഫാമിലിയിലാണെങ്കിലും ഉപയോഗിക്കാത്തത് വരുമ്പോൾ നമുക്കിവിടെ കോഴികളുണ്ടല്ലോ. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിയാറായതോ അല്ലെങ്കിൽ ഇപ്പോൾ ഇനി 1 മാസം എക്സ്പയറി ഡേറ്റ് ഇത് എക്സ്പയറി ഡേറ്റ് ഉണ്ട് കേട്ടോ. ഇനി 2 മാസത്തേക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഗോതമ്പ് പൊടി കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ ചെറിയ ഫാമിലിയാണല്ലോ, നമ്മൾ മക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒത്തിരി ഗോതമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബാലൻസ് വരുന്നത് നമ്മൾ ഇതുപോലെ കോഴിക്ക് തീറ്റയാക്കിയിട്ട് കൊടുക്കും. ഇങ്ങനെ ഓരോ തീറ്റകളും നമ്മൾ ഇങ്ങനെ ഇതേപോലെ മെനക്കെട്ട് നമ്മൾ കൊടുക്കാൻ നിന്നാലാണ് നമ്മൾക്ക് തീറ്റ കൊടുക്കുന്നതിൽ മുതലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഇപ്പം നനച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ കോഴികൾക്കും നമുക്ക് കൊടുക്കും. വളരെ കുഞ്ഞു കോഴികൾക്ക് ഉള്ളതിൽ നമ്മളിത് കൊടുക്കില്ല. കാരണം ഇതിനകത്ത് കണ്ട മുഴുവൻ ഗോതമ്പാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അത് തൊണ്ടയിൽ അടക്കിയ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ എന്തെങ്കിലും വരും. പിന്നെ നമ്മളുടെ അടുത്ത് കുറച്ച് പേര് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുകയാണോ, റേഷൻ കടയിൽ നിന്ന് കിട്ടുകയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് വിൽക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റേഷൻ കട നമുക്കിവിടെ തീറ്റക്കടയിൽ മേടിക്കാൻ കിട്ടും. വില വന്നിട്ട് 33 രൂപയാണ് വരുന്നത്. നമ്മൾ അവരുടെ അടുത്ത് നിന്നാണ് കേട്ടോ മേടിക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടാറുണ്ട് കോഴിത്തീറ്റൻ്റെ കടയിൽ. നിങ്ങളുടെ അവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. പിന്നെ പണ്ടൊക്കെ അങ്ങനെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് മേടിച്ചിട്ട് ആൾക്കാർ കൊണ്ടുവന്ന് വിൽക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ആരുടെ അങ്ങനെ മേടിക്കുന്നില്ല. അരിയും വന്നിട്ട് നമ്മൾ മില്ലിൽ പോയിട്ട് ഇതുപോലെ പൊടിയരി കിട്ടും. നമ്മൾ 1 ചാക്കാണ് പൊടിയരി മേടിക്കുന്നത്. എന്നിട്ട് അതാണ് കുതിർത്തിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രാഗി പൊടിയും ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അമൃത പൊടി ആയാലും ഇട്ട് കൊടുക്കാം. അരിപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കട്ടെ. അരിപ്പൊടി നമ്മൾ അത്ര യൂസ് ചെയ്തിട്ടില്ല. ഗോതമ്പൊടി രാഗിപ്പൊടി ബാലൻസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബാലൻസ് വരുന്നത് ഗോതമ്പൊടിയാണ്. രാഗി അത്ര നമുക്ക് ബാലൻസ് വരാറില്ല. കാരണം നമ്മൾ മാസത്തിൽ നമ്മൾ 1 കിലോ 1.5 കിലോ തന്നെ മേടിക്കത്തുള്ളൂ, അതിൽ കൂടുതൽ മേടിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ തീറ്റ എന്ന് പറയുന്നത്. ഇത് നമുക്കിനി കോഴികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിപ്പോൾ 3 മാസം പ്രായമുള്ള കോഴികളാണ് കേട്ടോ. ഇതിനൊക്കെ കൊടുക്കാം നമുക്ക് 1.5 മാസത്തിന് മുകളിലുള്ള കോഴികൾക്ക് കൊടുക്കാം അല്ലക്ക. 2 മാസം 2 മാസത്തിന് മുകളിലുള്ള കോഴികൾക്ക് നമുക്കിത് കൊടുക്കാം. കാരണം വലിയ ഗോതമ്പുകൾ ഉള്ളത് കാരണം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും, നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും കോഴി വളർത്തുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഉപകാരപ്രദമായി തോന്നുകയാണെന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും അസ്സലാമു അലൈക്കും.